ഇനി ഇവിടെ ഒരു പ്രസംഗത്തിന് ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഏതായിരുന്നാലും നമ്മളൊക്കെ സമസ്ത നമ്മുടെ ആവേശമാണ്. സമസ്ത എന്ന് പേര് കേട്ടാൽ നമ്മൾ അറിയാതെ തക്ബീർ ചൊല്ലിപ്പോവുകയാണ്. അതിൻ്റെ നേതാക്കളെ കേൾക്കുമ്പോഴും നമ്മൾ അറിയാതെ തക്ബീർ ചൊല്ലിപ്പോവുകയാണ്. നമ്മുടെ സമസ്ത നമ്മുടെ ഉള്ളിലുള്ള ഒരു ജീവനാണ്. നമുക്ക് ജീവൻ സമസ്തയാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് സമസ്ത ആവേശം ആയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാമാണ്, അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് പ്രവാചകന്മാരെയാണ്. 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു തആല നിയോഗിച്ചു. അവരിവിടെ ദീൻ നടത്തി, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വഹ്യ് പ്രകാരം ദീൻ നടത്തി. അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിച്ചു. സയ്യിദ്നാ ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളോടുകൂടെ പരമ്പര അവസാനിച്ചു. അതിനുശേഷവും 15 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ നൂറ്റാണ്ടുകളിലൊക്കെ ദീൻ ഇവിടെ സജീവമായി നിലനിന്നു. ആരാണ് നിലനിർത്തിയത്? അമ്പിയാക്കന്മാരുടെ സ്ഥാനം അത് നിർവഹിച്ചത് ഉലമാക്കളാണ്. ഉലമാക്കളാണ് നിർവഹിക്കുക. ഉലമാക്കളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ എന്ന് പറഞ്ഞു. ആ ഉലമാക്കളുടെ പണി എന്താണ്? ദീൻ നിലനിർത്തലാണ്. അള്ളാഹുവിൻ്റെ ദീനാകുന്ന ദീൻ നിലനിർത്തലാണ്. ഇന്നമാ വറസുൽ ഇൽമ, ദീൻ നിലനിൽക്കാൻ ഇൽമു വേണം, ഇൽമു വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ മദ്രസയാണ് തുടങ്ങിയത്. അള്ളാഹു ആദ്യം ഒരു മദ്രസ തുടങ്ങി. ആ മദ്രസ നമുക്കറിയാം. ഒരു ഉസ്താദ് ഉണ്ടായി, ഉസ്താദിന് കുറേ ഇൽമുകൾ കൊടുത്തു, ശിഷ്യന്മാരുണ്ടായി, പരീക്ഷ നടന്നു, വിജയിച്ചു, വിജയിക്കാത്തവരുണ്ടായി, തോറ്റു, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. മദ്രസ തുടങ്ങിക്കൊണ്ടാണ് അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിറക്കി, ഇൽമിൽ പരീക്ഷ നടത്തി. അങ്ങനെ പരീക്ഷയിൽ വിജയിച്ചവരെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിച്ചു. ഉലമാവിനെ ആദരിക്കണം, ഉസ്താദിനെ ആദരിക്കണം എന്ന നിയമം. അതാണ് അദബ്. ആദ്യമായിട്ട് വേണ്ടത് അദബാണ്. ആ നിലക്കാണ് ഈ ദീനിനെ സംവിധാനിച്ചിരിക്കുന്നത്. ആ മദ്രസകൾ തുടങ്ങി അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ പുന്നാര നബിക്ക് ശേഷം ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന അതാണ് നിർവഹിക്കുന്ന. അമ്പിയാക്കന്മാരുടെ പ്രവൃത്തിയാണ്. അതാണ് നമ്മുടെ ആവേശം. അള്ളാഹുവിൻ്റെ ദീനാകുന്ന ദീനിനെ നടത്താൻ അള്ളാഹു തആല സംവിധാനിച്ച സംവിധാനത്തിൻ്റെ തുടർച്ച ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ ദീൻ, ആ ഉലമാക്കൾ നടത്തുന്ന ദീനാണ് നമ്മുടെ ആവേശം. അതിൽ അടിയുറച്ച് നിൽക്കണം. അതിൽ അടിയുറച്ച് നിന്നാലേ രക്ഷയുള്ളൂ. ആഖിറത്തിലും മോശം കിട്ടണം, ദുനിയാവിലും മോശം കിട്ടണം. ആഖിറത്തിലെ മോശമാണ് ഏറ്റവും വലുത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറം സംരക്ഷിക്കണം. ആഖിറം ഏറ്റവും ബാക്കിയാവുന്ന ആഖിറമാണ്. അതുകൊണ്ട് അതിലേക്കുള്ള സംവിധാനമാണ് ദീൻ. ആ ദീൻ നമ്മൾ സംരക്ഷിക്കണം. അത് സംരക്ഷിക്കേണ്ടത് ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കാനാണ് ജനങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അമ്പിയാക്കന്മാരോട് പിൻപറ്റുന്നത് പോലെ തന്നെ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായ ഉലമാക്കളോട് പിൻപറ്റാൻ വേണ്ടിയാണ് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ നിർവഹിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളവും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ലോകത്തിന്റെ പല ഭാഗത്ത് തന്നെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആ ദീനീ പ്രവർത്തനം അതാണ് നമ്മൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ്. ഇൽമാണ് ഒന്നാമത് വേണ്ടത്. അതാണല്ലോ ആദ്യം തന്നെ അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഇൽമാണ് മനുഷ്യനിക്ക് നൽകിയത്. ആ ഇൽമ കൊണ്ടാണ് എന്താക്കേണ്ടത്? ദീൻ നിലനിർത്തേണ്ടത്. അതുകൊണ്ടാണ് ഉലമാക്കൾക്ക് ഈ സ്ഥാനം കിട്ടിയതും. ആ ഇൽമിന്റെ സംവിധാനം തന്നെ സമസ്ത വളരെ പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കുട്ടി ജനിച്ചത് മുതൽ മരണം വരെ അവനെ ഇൽമിന്റെ മേഖലയിൽ തുടർത്തുന്നു. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ബാങ്ക് കൊടുക്കണം. വലത് ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കണം. അപ്പൊ ആദ്യമായിട്ട് തന്നെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം, അവർക്ക് പരിശിക്ഷണം നൽകണം. ആ ശിക്ഷണം ഒരു പാത നമ്മുടെ റൂട്ടുണ്ട്, റൂട്ട് നമ്മുടെ. അതാണ് സിറാത്ത് മുസ്തഖീം. സിറാത്ത് മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സിറാത്ത് മുസ്തഖീം എവിടെ നിന്ന് തുടങ്ങണം? ജനിക്കുന്നത് മുതൽ തുടങ്ങണം. അതാണ് ബാങ്ക് കേൾക്കണം കുട്ടി ആദ്യം, പിന്നെ ഇഖാമത്ത് കേൾക്കണം, പിന്നെ നിസ്കരിക്കണം. അങ്ങനെ തുടങ്ങി വളരണം. ഈ വളർച്ചയുടെ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ എത്ര കൃത്യമായി നടത്തുന്നു നോക്കണം നിങ്ങൾ. മദ്രസ പ്രസ്ഥാനം, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ, അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, മനുഷ്യന്മാരിടയിൽ പെരുമാറാൻ, അതുപോലെയുള്ള എല്ലാ സംഗതികളും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മദ്രസ. ആ മദ്രസ 5 വയസ്സായ കുട്ടികളെ
നിർബന്ധമായും എല്ലാ മുസ്ലിങ്ങളും മദ്രസയിൽ ചേർക്കാനുള്ള സംവിധാനം സമസ്ത ഒരുക്കിയിട്ടുണ്ട്. 11,000-ൽ പരം മദ്രസകൾ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെങ്കിലും അത് സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമയായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് 100ാം വാർഷികത്തിൽ നമ്മൾ കണ്ടത്. എല്ലാ വിഭാഗം ആളുകളും ഒത്തുകൂടിക്കൊണ്ടുള്ള, എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഒത്തുകൂടിക്കൊണ്ടുള്ള ഒരു മഹാസമ്മേളനം ഇവിടെ നടന്നു. അതൊക്കെ തന്നെ ജനങ്ങളുടെ ആവേശമാണ്. ആ സമസ്ത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്, എന്താണെന്നില്ല. ഇതുകൊണ്ടാണ് സമസ്ത എന്ന് പറഞ്ഞാൽ തക്ബീർ ചെല്ലുന്നത് മാത്രമല്ല, ഇവിടെ സമസ്ത ഒരു സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒഴുകി വരികയാണ്. അതെന്തുകൊണ്ടാ? അവരുടെ ദീനാണ്, അവരുടെ ജീവനാണെന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇൽമിന്റെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമാണ് മദ്രസകൾക്ക് പുറമെ അറബി കോളേജുകൾ. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മുടെ SNEC. ഇവിടെ അത് തുടങ്ങുകയാണ്. അതേ പ്രകാരം താഴെ തട്ടിൽ മദ്രസ 5 വയസ്സായതിനു ശേഷമാണെങ്കിൽ അതിന്റെ മുമ്പായിക്കൊണ്ട് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ തുടങ്ങുന്നുണ്ട്. അതാണ് അൽബിർ സംവിധാനം. എത്ര സുന്ദരമാണെന്ന് അറിയാമോ? ആ ബാങ്കും ഇഖാമത്തും കേട്ടതിന് ശേഷം കുട്ടി പിന്നീട് മറ്റുള്ള നഴ്സറികളിലൊക്കെ പോയിട്ട് ആ ബാങ്കിന്റെ ഇഖാമത്തിന്റെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ തുടർന്ന് കൊണ്ട് 3 വയസ്സാകുന്ന കുട്ടികളെ മറ്റുള്ളവരൊക്കെ പലതിലേക്കും ചേർക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ സംവിധാനം, ദീനീ ചട്ടക്കൂടിലുള്ള സംവിധാനമാണ് അൽബിർ സംവിധാനം. അൽബിർ സംവിധാനവും കുറേയും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് പ്ലേ സ്കൂളുകൾ തുടങ്ങിയത്. പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ 3-3.5 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്കാണ്. അത് തുടങ്ങിയപ്പോൾ സമസ്തയുടെ അൽബിറും അതുപോലെ അസ്മിയൊക്കെ തന്നെ പ്ലേ സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ കുട്ടികൾക്ക് മറ്റുള്ളത് കടന്നുകൂടാൻ പറ്റുന്ന എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ആ സുന്ദരമായ ഇസ്ലാമിന്റെ ദീനിന്റെ ആ പാത തുറന്നു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് സമസ്ത കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രമിക്കുകയും നമ്മളെ കുട്ടികളൊക്കെ അത്തരം സംവിധാനങ്ങൾ നാടുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാക്കുകയും സമസ്തയുടെ എല്ലാ സ്ഥാപനങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മളെ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി, അതിൽ കുട്ടികളെ വളർത്താൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ധർമ്മം. സമസ്തയുടെ കൂടെ നിൽക്കുക. സമസ്തയായി ജനിച്ച് സമസ്തയായി ജീവിച്ച് സമസ്തയായി മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സമസ്തയുടെ ലക്ഷ്യം അതാണ്. വേറെ ഒരു ലക്ഷ്യമൊന്നും കാര്യമായിട്ട് സമസ്തയ്ക്കില്ല. ഈ ഒരു ലക്ഷ്യം മാത്രമാണ്. അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഗൾഫ് നാടുകളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. ആ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ അതിന് മുഖം തിരിഞ്ഞു കുത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ പാട്ടിന് പോകും. അതൊന്നും എവിടെയും ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ ദീനാണിത്. അള്ളാഹു ഇത് സംരക്ഷിക്കുമെന്ന അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ അമ്പിയാക്കന്മാരുടെ കാലത്തും അതിന് എതിരായിക്കൊണ്ട് പ്രവർത്തിച്ചവരുണ്ടല്ലോ. ആ പ്രവർത്തനത്തിന്റെ ഭാഗം അല്പമാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കും. അതല്ല ഇബ്ലീസിന്റെ പണി. അള്ളാഹു തആല ആദം നബിയെ പടക്കുന്നതിനും ഇബ്ലീസിനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മദ്രസക്ക് എതിരായിട്ട് നിന്നതും ഇബ്ലീസാണ്. ആദം നബിയുടെ മദ്രസയ്ക്ക് എതിരായിട്ട് നിന്ന ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ മക്കൾ ഇപ്പോഴത്തെ മദ്രസക്കും എതിരായിട്ട് നിൽക്കും. ആ കാര്യത്തിൽ സംശയപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു തആല ഉറപ്പിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധ സമസ്ത എന്ന് കേട്ടാൽ അത് നമ്മുടെ ശിരകളിൽ ഓടുന്ന രക്തത്തോടുകൂടെ ഒഴുകുന്ന ഒരു ജീവൻ ആക്കി തരുമാറാവട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മുടെ സമസ്തയിലെ ഉലമാക്കൾക്ക്, നേതാക്കൾക്ക് ഈ സമുദായത്തെ നയിക്കാനുള്ള ശക്തി അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന സയ്യിദുൽ ഉലമയും അതുപോലെയുള്ള അതിലെ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല സിഹത്ത് ആഫിയത്തോട് കൂടെയുള്ള ദീർഘായുസ്സും ഇത് നയിക്കാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.